ഇപ്പോൾ യുവമോർച്ചയുടെ നിയമസഭാ മാർച്ചാണ് നമ്മൾ കാണുന്നത്. പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടയുകയാണ്. അത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ SIT അന്വേഷണം ഇഴയുന്നു, അത് പക്ഷപാതപരമായി നീങ്ങുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച്, ആരോപണം ഉന്നയിച്ചാണ് യുവമോർച്ചയുടെ പ്രതിഷേധം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമസഭയിലേക്ക് നടക്കുന്ന മാർച്ച് ഇപ്പോൾ പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്തുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കും അല്പസമയത്തിനകം തന്നെ. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. യുവമോർച്ചയുടെ പ്രതിഷേധ മാർച്ച് നടക്കുന്നു തിരുവനന്തപുരത്ത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. LDF UDF കുറുവാ സംഘത്തിനെതിരെയാണ് യുവമോർച്ച നിയമസഭാ മാർച്ച്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ രണ്ട് കൂട്ടർക്കും ഇടതുമുന്നണിക്കും UDFനും ഒരുപോലെ പങ്കുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചാണ് ഇപ്പോൾ അവരെ കുറുവാ സംഘങ്ങൾ എന്ന് വിശേഷിപ്പിച്ചാണ് യുവമോർച്ച ഇപ്പോൾ മാർച്ച് നടത്തുന്നത്. ആ മാർച്ച് നിയമസഭാ മാർച്ച് നടക്കുകയാണ്. പോലീസ് ബാരിക്കേഡ് ഉയർത്തി ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. പോലീസ് യുവമോർച്ച പ്രവർത്തകർ ബാരിക്കേഡിൽ പിടിച്ചു നിന്നുകൊണ്ട് ഈ ജലപീരങ്കിയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ നമ്മൾ കാണുന്നത് യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധമാണ്. ബാരിക്കേഡ് ഉയർത്തി പോലീസ് അവരെ തടയുന്നുണ്ട്. LDF UDF കുറുവാ സംഘങ്ങൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് യുവമോർച്ചയുടെ നിയമസഭാ മാർച്ച് നടക്കുന്നത്. ബാരിക്കേഡ് മറച്ചിടാനുള്ള ശ്രമം നടത്തുകയാണ് പ്രതിഷേധക്കാർ. അവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു പോലീസ്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അല്പസമയത്തിന്. റിനു ശ്രീധർ, ഞങ്ങളുടെ പ്രതിനിധി, അവിടെ നിന്നും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തലസ്ഥാന നഗരിയിൽ കാണുന്ന യുവമോർച്ച മാർച്ചിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിനു, ഈ ബാരിക്കേഡ് മറച്ചിടാനുള്ള ശ്രമമാണല്ലോ പ്രതിഷേധക്കാർ നടത്തുന്നത്. എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രവർത്തകർ നിയമസഭയിലേക്ക് മാർച്ചുമായി എത്തിയത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ LDF UDF ബന്ധം ആരോപിച്ചുകൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ഈ നിയമസഭയ്ക്ക് മുന്നിലേക്ക് ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിന്റെ മുന്നിൽ ബാരിക്കേഡ് വെച്ച് തടയുന്ന ഒരു സാഹചര്യമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രവർത്തകർ എത്തിയുടനെ ഇവിടേക്ക് ഈ ബാരിക്കേഡ് മറിച്ചിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നു. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ പ്രവർത്തകർക്കെതിരെ ജലപീരങ്കി പ്രയോഗിച്ചതിൽ വലിയ രീതിയിൽ പ്രകോപനത്തെ തുടർന്ന് ഇവർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ഒപ്പം കൊടിയും അതുപോലെ തന്നെ കൊടി കെട്ടിക്കൊണ്ടുവന്ന കമ്പുകളൊക്കെ തന്നെ പോലീസിന് നേരെ വലിച്ച എറിയുന്നുണ്ട്. നമുക്കറിയാം, നിയമസഭയ്ക്കുള്ളിൽ പ്രതിഷേധിച്ച് UDF വലിയ രീതിയിൽ പ്രതിഷേധം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പുറത്തിപ്പോൾ ഇതാ യുവമോർച്ചയും പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നു. യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ ഒരു തവണ അല്ലെങ്കിൽ ഒരു റൗണ്ട് ഈ ജലപീരങ്കി പോലീസ് പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പിരിഞ്ഞു പോകാനോ പിന്തിരിയുവാനോ പ്രവർത്തകർ തയ്യാറല്ല. ഇതാ രണ്ടാം തവണയും ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. രണ്ടാം തവണയും പോലീസ് വെള്ളം ചീറ്റുന്ന അല്ലെങ്കിൽ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതിനുള്ള സൈറം മുഴക്കി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷേ പ്രവർത്തകർ പിന്നോട്ടില്ല. ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് വനിതാ പ്രവർത്തകർ അടക്കം കൊടി BJPയുടെ കൊടി ഉയർത്തി മുദ്രാവാക്യം വിളിക്കുകയാണ്. ഇപ്പോൾ ജലപീരങ്കി മുകളിൽ നിൽക്കുന്നവർക്ക് എതിരെ പോലും ഇപ്പോൾ പ്രവർത്തകർ, സ്ത്രീകളടക്കമുള്ള BJP യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. പോലീസ് വലിയ ബന്ദോബസ്ത് ഒരുക്കിയിരുന്നു. നേരത്തെ തന്നെ ബാരിക്കേഡുകൾ രണ്ട് വരിയായി ക്രമീകരിച്ചുകൊണ്ട് നിയമസഭയ്ക്ക് മുന്നിൽ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിന് സമീപത്തായി പോലീസ് നിലയുറക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതാ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറുന്ന കാഴ്ചയാണ്. ബാരിക്കേഡിന് മുകളിൽ കയറി അപ്പുറത്തേക്ക് ഇറങ്ങുവാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ഇവർ നടത്തുകയാണ്, പ്രവർത്തകർ നടത്തുകയാണ്. പക്ഷേ പോലീസ് അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാഴ്ച. അവരുടെ കയ്യിലുണ്ടായിരുന്ന കൊടിതോരണങ്ങളെല്ലാം തന്നെ ഈ പോലീസിന് നേരെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF LDF ബന്ധം, LDF UDFും ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ കുറുവാ സംഘം എന്നുള്ളതാണ് BJPയുടെ ആരോപണം, യുവമോർച്ചയുടെ ആരോപണം. ആ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ നിയമസഭാ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നിയമസഭാ മാർച്ച് അക്രമാസക്തമായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. രണ്ട് തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. രണ്ട് തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രതിഷേധം കെട്ടടങ്ങിയിട്ടില്ല. യുവമോർച്ച പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ ചവിട്ടിക്കയറുകയാണ്. പോലീസ് ബാരിക്കേഡ് ഉയർത്തി പ്രതിഷേധത്തെ തടയാൻ ശ്രമിക്കുമ്പോൾ
യുവമോർച്ച പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെയും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ LDFും UDFും ഒരുപോലെ ഉത്തരവാദികളാണ്, അവർ സ്വർണം മോഷ്ടിച്ച കുറുവാ സംഘങ്ങളാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ യുവമോർച്ചയുടെ നിയമസഭാ മാർച്ച് നടക്കുന്നത്. അവിടെ പോലീസ് ബാരിക്കേഡ് ഉയർത്തി അവരെ തടഞ്ഞിട്ടുണ്ട്. 2 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോഴും അവിടെ സംഘടിച്ചു തന്നെ നിൽക്കുകയാണ് യുവമോർച്ച പ്രവർത്തകർ. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ബാരിക്കേഡ് മറച്ചിടാനുള്ള ശ്രമം നടത്തി യുവമോർച്ച പ്രവർത്തകർ പിന്നീട് ബാരിക്കേഡിന് മുകളിലേക്ക് ചവിട്ടിക്കയറി. ഇതെല്ലാം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. നിയമസഭയിലേക്ക് നടക്കുന്ന നിയമസഭാ മാർച്ച്, യുവമോർച്ച പ്രവർത്തകരുടെ നിയമസഭാ മാർച്ച് അക്രമാസക്തമായതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരുപോലെ ഉത്തരവാദികളായ LDF, UDF കുറുവാ സംഘങ്ങൾ എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് യുവമോർച്ചയുടെ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. റിനു ശ്രീധർ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകുകയായിരുന്നു സംഭവ സ്ഥലത്ത് നിന്ന്. 2 വട്ടം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രവർത്തകർ ഇതുവരെ പിരിഞ്ഞു പോയിട്ടില്ല, അവർ സംഘടിച്ചു തന്നെ നിൽക്കുകയാണ്. ബാരിക്കേഡിന് മുന്നിൽ ജലപീരങ്കിയെ പ്രതിരോധിക്കാൻ അവർ ബാരിക്കേഡിന്റെ താഴെ മുഖം കുനിഞ്ഞു നിൽക്കുകയാണ്. അതിനുശേഷം വീണ്ടും അവർ പ്രതിഷേധമുയർത്തി ബാരിക്കേഡ് മറച്ചിടാനുള്ള ശ്രമങ്ങൾ നടത്തി. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമങ്ങളും യുവമോർച്ച പ്രവർത്തകർ നടത്തി. നിയമസഭാ മാർച്ച് അക്രമസക്തമായതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തത്സമയം ഞങ്ങളുടെ പ്രതിനിധി റിനു ശ്രീധർ അവിടെ നിന്നും തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിനു, വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 2 വട്ടം നേരത്തെ ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. യുവമോർച്ച പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല, അവർ പ്രതിഷേധവുമായി അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ഇപ്പോഴെന്താണ് വിവരം? 4ാം തവണയും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. പക്ഷേ യുവമോർച്ച പ്രവർത്തകർ പിന്നോട്ടില്ല എന്നുള്ളതാണ്. അവർ മുന്നോട്ട് തന്നെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ബാരിക്കേഡിന് മുകളിലേക്ക് കയറുവാനുള്ള ഒരു ശ്രമം, ഇപ്പോഴിതാ ബാരിക്കേഡ് മറിച്ചിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി ഇവർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ നല്ല ബന്ദോബസ്തിലാണ്, 2 വരിയായി 2 നിരയായി പോലീസ് ക്രമീകരിച്ചിട്ടുണ്ട് ബാരിക്കേഡ്. അപ്പുറത്ത് വരുണിന്റെ, അതായത് ജലപീരങ്കിയുടെ 2 വാഹനങ്ങൾ ഇവരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി. പക്ഷേ അതിലൊന്നും ഭയപ്പെട്ട് പിന്നോട്ടില്ല എന്നുള്ളതാണ്. ഇത് 5ാം തവണയും ഇതാ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. 5ാം തവണയും പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. LDF, UDF കുറുവാ സംഘമാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത്. അതിനെതിരായിട്ടുള്ള പ്രതിഷേധം, അന്വേഷണം അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണെന്ന് ഉൾപ്പെടെ ആരോപിച്ചുകൊണ്ടാണ് യുവമോർച്ച ഇപ്പോൾ ഈ നിയമസഭയിലേക്ക് മാർച്ചുമായി എത്തിയത്. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിന്റെ മുന്നിൽ വെച്ച് ബാരിക്കേഡ് വെച്ച് കെട്ടി പോലീസ് ഇവരെ തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. വന്നുടനെ, അതായത് ഉദ്ഘാടനമോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, പ്രതിഷേധക്കാർ നേരെ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമം നടത്തുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. ഇതാണ് ഈ സമരത്തിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഇപ്പോഴും ഈ ബാരിക്കേഡ് കെട്ടി നിരയായി വെച്ചിരിക്കുന്ന ബാരിക്കേഡ് മറിച്ചിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. വീണ്ടും 6ാം തവണയും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ആരംഭം സൈറൻ മുഴക്കിയത്. 6ാം തവണയും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ എന്നിട്ടും പ്രവർത്തകർ പിന്നോട്ട് പോകുന്നില്ല. ഈ ബാരിക്കേഡിന് അപ്പുറത്താണ് പോലീസിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ, കമ്പുകൾ വലിച്ചെറിയുന്നു, ഒപ്പം മുദ്രാവാക്യം വിളിക്കുന്നു, കൊടികൾ വലിച്ചെറിയുന്നു, കൊടികൾ തെറ്റിക്കൊണ്ടുവന്ന കമ്പുകളെല്ലാം തന്നെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഉണ്ടായത്. ഒരു പ്രവർത്തകന് ഈ ജലപീരങ്കി പ്രയോഗിച്ചതിൽ നിലത്ത് വീണ് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് നിലവിൽ മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും വനിതാ പ്രവർത്തകരടക്കം ഈ ബാരിക്കേഡ് കെട്ടിയിരിക്കുന്നതിന്റെ ഒരു വശത്ത്, വലതുവശത്ത് അല്പം ഒരു വിടവുണ്ട്, അപ്പുറത്തേക്ക് കടന്നു പോകുവാൻ വേണ്ടി വഴിയുണ്ട്. അവിടെ എത്തി പോലീസുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയാണ്. ഉന്തും തള്ളും പോലീസുമായി നടത്തുകയാണ്. ബാരിക്കേഡ് മൊത്തത്തിൽ ഇവർ ആട്ടി ഉലച്ച് താഴേക്ക് തള്ളിയിടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ അതിന് കഴിയുന്നില്ല. വലിയ വടങ്ങൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ പോലീസ് ബലം പ്രയോഗിച്ചിട്ടുണ്ട്. ഇതാ 7ാം തവണയും പോലീസ് ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചു. 7ാം തവണയും ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്കറിയാം, തുടർച്ചയായി ഒരു 5 മിനിറ്റ് ജലപീരങ്കി പ്രയോഗിച്ചാൽ ഒരു വാഹനത്തിലെ ജലം തീരും എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്നൊക്കെ തന്നെ ലഭിച്ച വിവരം. അങ്ങനെ തുടർച്ചയായ രീതിയിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ ജലപീരങ്കി വഴി പ്രവർത്തകരുടെ ദേഹത്തേക്ക് ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. പക്ഷെ എന്നിട്ടും പ്രവർത്തകർ പിന്നോട്ടില്ല. അവർ
അവർ മുന്നോട്ട് തന്നെ എന്നുള്ളതാണ്. പ്രവർത്തകർ ജലപീരങ്കി അതിനെ തന്നെ നേരിടാൻ മുന്നോട്ട് തന്നെ നിൽക്കുന്നു. അല്പം പോലും ഈ ബാരിക്കേഡിന് പിന്നിലേക്ക് ഇവർ പോയിട്ടില്ല. വീണ്ടും മുദ്രാവാക്യം ഉയർത്തുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. രാവിലെ മുതൽ നമ്മൾ നിയമസഭയിൽ കണ്ടതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം UDF ഉയർത്തുന്ന ഒരു സാഹചര്യം. അതിനുശേഷം UDF MLA-മാർ അവിടെ നിന്ന് പോകുന്ന ഒരു സാഹചര്യവും അല്ലെങ്കിൽ സഭ ബഹിഷ്കരിച്ച് ഇറങ്ങുന്ന ഒരു സാഹചര്യം. അങ്ങനെ നാടകീയ രംഗങ്ങളാണ് നടന്നത്. ഒരു പ്രവർത്തകയുടെ കൈക്കുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. അവരെ ഇപ്പോൾ അവിടെ നിന്ന് സമരമുഖത്ത് നിന്ന് മാറ്റുകയാണ് മറ്റു പ്രവർത്തകർ. അങ്ങനെ നിയമസഭയിൽ UDF വലിയ കനത്ത പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യം. പുറത്തുതാ യുവമോർച്ചയും വലിയ രീതിയിൽ പ്രതിഷേധം നടത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ഈ ബാരിക്കേഡെല്ലാം തന്നെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്നുള്ളത് വേണം നമുക്ക് കാണാൻ. അല്പസമയം മുമ്പ് ഒരു പ്രവർത്തകയുടെ കൈമുറിഞ്ഞു. ആ പ്രവർത്തകയെ മറ്റൊരു പ്രവർത്തക അപ്പുറത്തേക്ക് മാറ്റിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇടപെടൽ കൂടി നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും നിലവിൽ അക്രമാസക്തമായിരിക്കുന്നു യുവമോർച്ചയുടെ പ്രതിഷേധം. പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രകോപന ഇടപെടലുകളും തന്നെ ഉണ്ടാകുന്നില്ല. അവർ ബാരിക്കേഡിനപ്പുറത്ത് സമാധാനമായി ഈ സമരത്തെ അല്ലെങ്കിൽ പ്രതിഷേധത്തെ ചെറുക്കുന്ന തലത്തിലേക്ക് പ്രതിരോധിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ജലപീരങ്കി മാത്രമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. റിനു ശ്രീധർ ഞങ്ങളുടെ പ്രതിനിധിയാണ് ഇപ്പോൾ യുവമോർച്ചയുടെ നിയമസഭാ മാർച്ച് അക്രമാസക്തമാകുന്ന ഈ ഘട്ടത്തിൽ അതിന്റെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് ബാരിക്കേഡ് ഉയർത്തി ഈ യുവമോർച്ച പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചു. തൊട്ടു പിന്നാലെ 7 റൗണ്ടാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. അതിനുശേഷവും മുദ്രാവാക്യം വിളികളുമായി യുവമോർച്ച പ്രവർത്തകർ അവിടെ തമ്പടിച്ചിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ഉത്തരവാദികളായ LDF-നും UDF-നും എതിരെ ഒരുപോലെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് യുവമോർച്ചയുടെ ഇപ്പോഴത്തെ പ്രതിഷേധം. ശബരിമല സ്വർണം മോഷ്ടിച്ച കുറുവാ സംഘങ്ങൾ എന്നാണ് LDF UDF-നെയും അവർ വിശേഷിപ്പിക്കുന്നത്. യുവമോർച്ചയിലെ വനിതാ പ്രവർത്തകർ നിലത്ത് കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പോലീസ് ഉയർത്തിയ ബാരിക്കേഡുകൾ മറച്ചിടാൻ പ്രവർത്തകർ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകർ പിന്നീട് ആ ശ്രമം ഉപേക്ഷിച്ച് താഴേക്ക് ഇറങ്ങുകയായിരുന്നു. പക്ഷേ പോലീസ് ശക്തമായ രീതിയിൽ അവരെ പ്രതിരോധിക്കുകയാണ്. മാത്രമല്ല 7 തവണയാണ് ജലപീരങ്കി യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചത് പോലീസ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങളാണ്. വീണ്ടും യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. 4 വശങ്ങളിൽ നിന്നും അതിൻ്റെ 3 വശങ്ങളിൽ നിന്നും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും യുവമോർച്ച പ്രവർത്തകർ അവിടെ കൂട്ടായി നിന്നുകൊണ്ട് അവർ ശബ്ദമുയർത്തി മുദ്രാവാക്യ വിളികളോടുകൂടി മുഷ്ടി ചുരുട്ടി പ്രതിഷേധിക്കുന്നു എന്നുള്ളതാണ്. അവർ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. സംഘടിതമായി നിന്നുകൊണ്ട് അവർ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയിൽ ഇരു മുന്നണികൾക്കും പങ്കുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് യുവമോർച്ച പ്രവർത്തകരുടെ ഇപ്പോഴത്തെ നിയമസഭാ പ്രതിഷേധം. അത് പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടയുകയാണ്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള യുവമോർച്ച സംഘം അവിടെ തമ്പടിച്ച് പ്രതിഷേധിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നിയമസഭാ മാർച്ചിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ശക്തമായ മുദ്രാവാക്യ വിളികൾ അവിടെ കാണാൻ കഴിയുന്നു. നമുക്ക് തത്സമയ വിവരങ്ങൾ നൽകാൻ റിനു ശ്രീധർ ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്നുണ്ട്. റിനു, എനിക്ക് തോന്നുന്നു വീണ്ടും തുടർച്ചയായി പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പക്ഷേ യുവമോർച്ച പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. വനിതാ പ്രവർത്തകർ അവിടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച് അവർ പ്രതിഷേധിക്കുകയാണ്. ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ പോലീസിന്റെ പ്രതിരോധ ശ്രമങ്ങളെ പരാജയപ്പെടുത്താനുള്ള നീക്കങ്ങൾ യുവമോർച്ച പ്രവർത്തകർ നടത്തുകയാണോ? എന്താണ് അവരുടെ മുദ്രാവാക്യങ്ങളിൽ മുഴങ്ങുന്നത്? എന്തായാലും സർക്കാർ രാജിവെക്കണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ LDF UDF കുറുവാ സംഘങ്ങളാണ് എന്നുള്ളതാണ് യുവമോർച്ച ഈ പ്രതിഷേധത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ആദ്യമേ തന്നെ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമം, തുടർന്ന് ജലപീരങ്കി 8 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഒരു വനിതാ പ്രവർത്തകയ്ക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രവർത്തകനും പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ അവർ സമരമുഖത്ത് നിന്ന് പിന്മാറിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. 8 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. വരുണിന്റെ 2 വാഹനങ്ങൾ ജലപീരങ്കികൾ ഒരുമിച്ച് പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ എന്നിട്ട് യുവമോർച്ച പ്രവർത്തകർ പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നത്. അവർ ഇപ്പോഴും ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ഒരു ശ്രമം അത് തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇതാ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം. അതിശക്തമായി നേരത്തതിനേക്കാൾ 10 മടങ്ങ് വേഗത്തിൽ ജലപീരങ്കി 2 വാഹനങ്ങളും വീശിയടിക്കുന്ന ഒരു കാഴ്ച. പക്ഷേ പ്രവർത്തകർ പിന്നോട്ടില്ല, മുന്നോട്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അവർ അവിടെ നിന്ന് ഒരടി പോലും മാറുന്ന കാഴ്ചയില്ല. അവിടെ തന്നെ നിലയുറപ്പിച്ച് റോഡിൽ കുത്തിയിരിക്കുന്ന സാഹചര്യം, വനിതാ പ്രവർത്തകരടക്കം അവിടെ റോഡിൽ കുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. MG റോഡിലെ ഗതാഗതവും തടഞ്ഞിരിക്കുന്നു പോലീസ്. മറ്റൊരു വശത്തേക്ക്
സ്ഥലങ്ങളിലേക്ക് വാഹനങ്ങളെ മാറ്റിവിടുന്ന ഒരു സാഹചര്യം പ്രതിഷേധത്തെ തുടർന്ന് ഉണ്ടാവുകയാണ്. എന്തായാലും ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം യുവമോർച്ചയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. LDF-ഉം UDF-ഉം ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തുന്ന കുറുവാ സംഘം, അങ്ങനെയാണ് ഇവരുടെ മുദ്രാവാക്യം. സംസ്ഥാന സർക്കാർ രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് അവർ ആരോപണമായി ഉന്നയിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം പോലീസ് പ്രതിരോധിക്കുന്നു. പോലീസിന്റെ ഭാഗത്ത് നിന്ന് മറ്റ് പ്രകോപന ഇടപെടലുകൾ ഒന്നും തന്നെയില്ല. ബാരിക്കേഡിന് അപ്പുറത്തു നിന്ന് സമാധാനപരമായി ബാരിക്കേഡുകൾ തടഞ്ഞ് ഇവർ ബാരിക്കേഡ് മറിച്ചിടാത്ത തരത്തിലുള്ള ഒരു പ്രതിരോധം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പക്ഷേ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. ഞാൻ നേരത്തെയൊക്കെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ സഭയ്ക്കുള്ളിലും അതിശക്തമായിട്ടുള്ളൊരു പ്രതിരോധം UDF-ന്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ പ്രതിഷേധം UDF-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിൽ യുവമോർച്ചയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നിയമസഭയ്ക്ക് മുന്നിലേക്കും വലിയൊരു പ്രതിഷേധം എത്തിയിരിക്കുന്നു. പോലീസ് ജലപീരങ്കി 9 തവണ പ്രയോഗിച്ച് 9 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും ഈ യുവമോർച്ച പ്രവർത്തകർ പിന്നോട്ട് പോകാതെ അവിടെ തന്നെ തുടരുന്നത്. ഇതാ 10ാം തവണയും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു പ്രതിഷേധക്കാർക്കിടയിൽ. സാധാരണഗതിയിൽ ഒരു ജലപീരങ്കിയൊക്കെയാണ് പ്രയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ 2 ജലപീരങ്കികൾ ഒരുമിച്ച് പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ എന്നിട്ടും പ്രവർത്തകർ ബാരിക്കേഡുകളിൽ പിടിച്ച് ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ഒരു ശ്രമം തുടരുന്ന ഒരു കാഴ്ച. റോഡിൽ കുത്തിയിരുന്ന് പരസ്പരം കൈകൾ ചേർത്ത് പിടിച്ച് കുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം, ഒരു കാഴ്ചയാണ് നമുക്ക് യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് നമുക്ക് യുവമോർച്ചയുടെ നിയമസഭാ മാർച്ചിൽ കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഒരു പ്രവർത്തക നിലത്തേക്ക് വീണിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയുന്നുണ്ടത്. മറ്റ് ഒരു വശത്ത് തുടർച്ചയായ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധം തന്നെയാണ് യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇപ്പോഴും ബാരിക്കേഡുകൾ ഏകദേശം പകുതിയോളം ബാരിക്കേഡുകൾ മറിച്ച് ഇടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. അതായത് 2 ലൈനുകളായിട്ടാണ്, 2 വരിയായിട്ടാണ് പോലീസ് ഇത്തരത്തിൽ ബന്ദോബസ്ത് തീർത്തിരുന്നത് ബാരിക്കേഡ് വെച്ച്. അതിൽ ഒരു വരി ബാരിക്കേഡ് നിലത്തേക്ക് മറിച്ചിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രതിഷേധക്കാർ പോയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ പൂർണ്ണമായും നിലത്തേക്ക് ആ ബാരിക്കേഡ് മറിച്ചിടാൻ വേണ്ടി അവർക്ക് ആയിട്ടില്ല. പ്രതിരോധം തീർക്കുന്നു പോലീസ്. ഈ ബാരിക്കേഡ് പ്രതിരോധം തീർത്തുകൊണ്ട് ഈ തുടർച്ചയായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാതെ മുദ്രാവാക്യം വിളികളുമായി തടിച്ചുകൂടി നിൽക്കുകയാണ് യുവമോർച്ച പ്രവർത്തകർ. യുവമോർച്ചയുടെ നിയമസഭാ മാർച്ച് ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞ ശേഷമാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ ഒരുക്കമല്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇരു മുന്നണികൾക്കും പങ്കുണ്ടെന്ന് ആരോപിച്ചും കുറുവാ സംഘങ്ങളാണ് എന്ന് ആക്ഷേപമുന്നയിച്ചുമാണ് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യുവമോർച്ചയുടെ പ്രതിഷേധം ഇപ്പോൾ നിയമസഭയ്ക്ക് മുന്നിൽ നടക്കുന്നത്. നിയമസഭാ മന്ദിരത്തിലേക്ക് നടന്ന നിയമസഭാ മാർച്ച് അത് പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടയുകയും തുടർച്ചയായി ഏതാണ്ട് 11 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ യുവമോർച്ച പ്രവർത്തകർ അവിടെ തന്നെ തമ്പടിച്ച് പ്രതിഷേധം ശക്തിപ്പെടുത്തുകയാണ്. ഇതുവരെ അവർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. സ്ത്രീകളടക്കമുള്ള വനിതാ പ്രവർത്തകർ അടക്കമുള്ള യുവമോർച്ച സംഘമാണ് ഇടതുമുന്നണിക്കും UDF-നുമെതിരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നിയമസഭാ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. നിരന്തരം ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.